എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് നമ്മളോട് ചേരുകയാണ്. സന്തോഷം കൂടെ ചൂടിയാണ് നിൽക്കുന്നത്. കണ്ണൂരിലും മഴയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. കണ്ണൂരിലെയും കാസർകോട്ടെയും വിവരങ്ങൾ സന്തോഷം നമുക്ക് പങ്കുവയ്ക്കും. കാരണം സിജു കണ്ണൻ ധർമ്മസ്ഥലയിൽ നിൽക്കുന്നതുകൊണ്ട് ഇന്ന് സന്തോഷാണ് നമ്മളോട് കാസർകോട്ടെ കാര്യങ്ങൾ കൂടി പറയുക. സന്തോഷ്, കാസർഗോഡും കണ്ണൂരും എങ്ങനെയാണ്? മഴയുണ്ടോ? ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ഒപ്പം തന്നെ അവിടുത്തെ ഒരു മുൻകരുതലുകൾ, നിർദ്ദേശങ്ങളൊക്കെ എന്തൊക്കെയാണ്? മനു, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടുണ്ട്. ഈ വർഷം മൺസൂൺ ആരംഭിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ തവണ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് എന്നുള്ളതാണ്. ഈ വടക്കൻ കേരളത്തിലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ ഏറ്റവും കൂടുതൽ ഈ വർഷം മഴ ലഭിക്കുകയും ചെയ്തത്. ഏതായാലും ഇന്നും മഴയുടെ അന്തരീക്ഷം തന്നെയാണ് കണ്ണൂരിലും കാസർഗോഡും ഉള്ളത്. അതിതീവ്ര മഴ എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ പരക്കെ ജില്ലയിൽ എല്ലാ സ്ഥലങ്ങളിലും പരക്കെ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ കടൽ പ്രക്ഷുബ്ധമാണ്. അത് ഈ കടൽ തീരത്തുള്ളവരെല്ലാം തന്നെ മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. കടലിൻ്റെ ഒരു സ്ഥിതി നോക്കുന്നതിനാണ് ഞാനിപ്പോൾ പയ്യാമ്പലത്താണ് വന്നിട്ടുള്ളത്. ഇവിടെ പയ്യാമ്പലത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കടൽ നല്ല രീതിയിൽ കരയിലേക്ക് കയറിയിട്ടുണ്ട്. മാത്രമല്ല ശക്തമായ തിരമാലകളും ഒരു കടൽക്ഷോഭത്തിൻ്റെ സാധ്യതകൾ തന്നെയാണ് തീരപ്രദേശത്തുള്ളത്. വളപട്ടണം മുതൽ മാഹി വരെയുള്ള കണ്ണൂർ ജില്ലയുടെ തീരദേശ മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റെഡ് അലർട്ടിന്റെ ഭാഗമായി സ്വീകരിക്കാറുള്ള മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ രാത്രി യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളോട് മാറി താമസിക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ കൺട്രോൾ റൂമുകൾ തുറക്കാനുള്ള നിർദ്ദേശങ്ങൾ താലൂക്കുകൾക്ക് ജില്ലാ കലക്ടർമാർ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ സാധാരണ നിലയിൽ ഈ റെഡ് അലർട്ട് ഉണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ടുന്ന മുൻകരുതലുകളെല്ലാം തന്നെ ജില്ലകളിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. റെഡ് അലർട്ട് ഉണ്ടെങ്കിൽ കൂടിയും ഒരു അതിതീവ്ര മഴ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇന്ന് രാവിലെയും അത്തരത്തിലുള്ള ഒരു മഴയില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ, റോഡിൻ്റെ മണ്ണ് ഇടിച്ചിലും അതോടൊപ്പം തന്നെ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ ചിലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനു, ശരി, സന്തോഷാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നമ്മളോട് സംസാരിച്ചത്. റെഡ് അലർട്ടാണ്, ശക്തമായ മഴയുണ്ട്, പക്ഷേ നാശനഷ്ടങ്ങളൊന്നുമില്ല. ഇടവിട്ടിടവിട്ട് മഴ പെയ്യുന്നതാണ് കാണാൻ കഴിയുന്നത്.